ആദിലയും നൂറയും ഷാനവാസും ഇവർ ഇത്രയും വൃത്തികെട്ട ആൾക്കാരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ ശൈത്യ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പൊ ബിൻസി ഇവരൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിന് അവരിനിയും മത്സരിക്കാനുണ്ട്, ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്, മത്സരം നടക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ടെങ്കിലും അവർ മിണ്ടാതിരിക്കണമായിരുന്നു. കാരണം പ്രേക്ഷകരുടെ വോട്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. അത് ആദിലയ്ക്കും നൂറയ്ക്കും പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഷാനവാസിന്റെ കാര്യം വിട്, കാരണം ഷാനവാസ് ബിഗ് ബോസ് ഗെയിം എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് വന്ന ആളൊന്നും അല്ല. അയാള് അന്നേരം തോന്നിയ കണക്ക് പെരുമാറുന്നു, അയാൾ ആരെയും വിശ്വസിക്കത്തുമില്ല, അയാളെ ഇട്ട് ആരും വിശ്വസിക്കുകയും വേണ്ട. പക്ഷെ എന്തായാലും ലൈവിൽ ഇപ്പോൾ നടന്നു തീർത്ത ഒരു കോൺവെർസേഷൻ ഉണ്ട്, മൊത്തം ഞാൻ കേട്ടിരുന്നു പോയി. ആദില, നൂറ, ശൈത്യ, ഷാനവാസ് ഇവര് ഇത്രയും പേരും അനുമോളെയും അനീഷിനെയും കുറിച്ച് പറയാവുന്ന എല്ലാ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ശൈത്യ ഈ പറയുന്ന ആദിലയും നൂറയുടെയും കൂടെ തന്നെ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി അനുമോളെ തോൽപ്പിക്കാൻ ഇവർക്കേ കഴിയൂ എന്നുള്ളൊരു ധാരണയാണ്. അതായത് ശൈത്യയ്ക്ക് പുറത്ത് സംഭവിച്ച എല്ലാ സൈബർ ബുള്ളിങ്ങിന്റെയും കാരണക്കാരി അനുമോളാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന രീതിയിൽ, എസ്പെഷ്യലി ആദിലയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടാകും എന്ന രീതിയിൽ ആദിലയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് അനുമോളുടെ PR എന്ന് പറയുന്നത്, അനുമോൾ ഫാൻസ് അല്ല, അനുമോൾ PR എന്ന് പറയുന്നത് ഭയങ്കര പോയിസൺ ആണ്, അവര് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും എന്ന നിലയിലേക്ക് ആ ഒരു സിറ്റുവേഷനെ ഇവർ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ശൈത്യ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം നീ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ അവിടെ പുറത്ത് കഷ്ടപ്പെടുകയാണ് എന്ന് കിടന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്തോ അനുവിന് പറയുന്നതിന്റെ പേരിൽ ശൈത്യ അവിടെ ആക്രമിക്കപ്പെട്ടു എന്ന ഒരു ഫീൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബിഗ് ബോസ് ഹൗസിലെയും പുറത്തെ കാര്യവും അറിയാവുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ അനുമോളുടെ PR-ന് ഇത്രയും വിഷവും പവറും ഒക്കെ ഉണ്ടെങ്കിൽ ഈ അനുമോളിനെ ഈ പറയുന്ന എന്താ പറയാ ബാക്കി എല്ലാവരുടെയും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ പറ്റുമായിരുന്നല്ലോ. അനുമോളിനെ മാത്രം അങ്ങ് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ട് ബാക്കി ആർക്കും വോട്ട് കൊടുക്കാതിരിക്കായിരുന്നല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. എന്തായാലും കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നതാണല്ലോ. ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മാറി മറിയുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ PR അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് മാത്രം വോട്ട് കൊടുക്കും, ബാക്കി ആർക്കും വോട്ട് കൊടുക്കാത്ത അത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അനീഷിന്റെയും അനുമോളുടെയും ലവ് ട്രാക്ക് അതൊരു വലിയ വിഷയമാകുന്നുണ്ട്.